അമേരിക്കയിലെ ആന്റിഫ ഗ്രൂപ്പിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. സംഘടനയ്ക്ക് പണം നൽകുന്നവർക്കെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ട്രംപിന്റെ വിശ്വസ്തനും തീവ്ര വലതുപക്ഷ പ്രവർത്തകനുമായ ചാർലി കിർക്കിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അപകടകരവും തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരുമായ ആന്റിഫയെ ഒരു പ്രധാന ഭീകര സംഘടനയായി താൻ പ്രഖ്യാപിക്കുകയാണ്. ആന്റിഫയ്ക്ക് ധനസഹായം നൽകുന്നവരെ ഏറ്റവും ഉയർന്ന നിയമപരമായ മാനദണ്ഡങ്ങൾക്കും രീതികൾക്കും അനുസരിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ ശക്തമായി ശുപാർശ ചെയ്യുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത്. ആന്റിഫ ഗ്രൂപ്പിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുമെന്ന് 2020 തന്നെ ട്രംപ് അറിയിച്ചിരുന്നു. ചാർലി കിർക്കിന്റെ കൊലപാതകത്തോടെയാണ് ആന്റിഫ ഗ്രൂപ്പ് വാർത്തകളിൽ വീണ്ടും സജീവമാകുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ഈ ആന്റിഫ എന്നും എന്താണ് ഈ സംഘടനയുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും പരിശോധിക്കാം. സെപ്റ്റംബർ 10 യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് ട്രംപിന്റെ വിശ്വസ്തനായ ചാർലി കിർക്ക് കൊല്ലപ്പെട്ടത്. കിർക്കിന്റെ കഴുത്തിലേക്ക് വെടിവെച്ചതിന് ശേഷം അക്രമി സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആന്റിഫയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ആന്റിഫ? ഈ അടുത്ത വർഷങ്ങളിലായി നടന്നു വന്ന തീവ്ര നിലപാടുള്ള പ്രവർത്തകരുടെ ഒരു രഹസ്യ ഗ്രൂപ്പാണ് ആന്റിഫ. ഇതിന് ഔദ്യോഗിക നേതാക്കൾ ഉള്ളതായി സൂചനകളില്ല. സംഘത്തിലെ ആളുകൾ പലപ്പോഴും പൂർണ്ണമായും കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് രംഗത്തിറങ്ങുന്നത്. വംശീയത, തീവ്ര വലതുപക്ഷ ആശയങ്ങൾ, ഫാസിസവുമായി അവർ കരുതുന്ന തീരുമാനങ്ങൾ എന്നിവയ്ക്കെതിരെ ആന്റിഫ നിരന്തരം പ്രതിഷേധിക്കാറുണ്ട്. സ്വയം പ്രതിരോധം എന്ന നിലയിൽ ആക്രമണ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നത് തെറ്റല്ല എന്നാണ് ഇവരുടെ വാദം. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള നാസി ജർമ്മനിയിലെയും ഫാസിസ്റ്റ് ഇറ്റലിയിലെയും പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് തങ്ങളെന്നാണ് ആന്റിഫ ഗ്രൂപ്പ് സ്വയം വിശ്വസിക്കുന്നത്. വംശീയവാദം പുലർത്തിയ സ്കിൻ ഹെഡുകൾ, കൂക്ലസ് ക്ലാൻ അതായത് KKK അംഗങ്ങൾ, നിയോ നാസികൾ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സംഘടിച്ചവരാണ് ആന്റിഫയുടെ തുടക്കക്കാരെന്നാണ് പറയപ്പെടുന്നത്. ട്രംപ് തന്റെ ആദ്യ ഭരണകാലം മുതൽ തന്നെ നിരവധി ആക്രമണ കേസുകളിൽ ആന്റിഫയെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. പോലീസിനെതിരായ ആക്രമണം മുതൽ 2021 ജനുവരി 6 നടന്ന US ക്യാപിറ്റോൾ ലഹളയുൾപ്പെടെയുള്ളവയിൽ ആന്റിഫയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്നാണ് ട്രംപ് ആരോപിച്ചത്. അതേസമയം ആന്റിഫ ഒരു സംഘടനയല്ല, മറിച്ച് ഒരു പ്രത്യയശാസ്ത്രമാണെന്നും ഒരു വിഭാഗത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ മാത്രമുള്ള ഘടനയല്ല ഈ ഗ്രൂപ്പിനുള്ളതെന്നുമായിരുന്നു നേരത്തെ ട്രംപിന്റെ മുൻ FBI ഡയറക്ടറായ ക്രിസ്റ്റഫർ റേ പറഞ്ഞിരുന്നത്. 2017 ഓഗസ്റ്റ് 12 വിർജീനിയയിലെ ഷാർലറ്റ്സ്വില്ലിൽ നടന്ന വംശീയ ആക്രമണത്തിന് ശേഷമാണ് ആന്റിഫ സംഘം പ്രബലമായി തുടങ്ങിയത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കയിൽ നടന്ന പല പ്രതിഷേധങ്ങളിലും റാലികളിലും പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷക്കാർ പങ്കെടുക്കുന്നവയിൽ ഈ ഗ്രൂപ്പുകൾ സജീവമായി രംഗത്തുണ്ട്. 2017 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ബെർക്ലിയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ നടന്ന ആക്രമണത്തിൽ ഓൾട്ട് റൈറ്റ് പ്രവർത്തകർക്കെതിരെ ആന്റിഫ അംഗങ്ങൾ കടുത്ത ആക്രമണം നടത്തിയിരുന്നു. ഇഷ്ടിക, പൈപ്പുകൾ, ചുറ്റിക, ഭവന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആന്റിഫയുടെ അന്നേരത്തെ ആക്രമണം. 2019 ജൂലൈയിൽ ആന്റിഫ എന്ന് സ്വയം വിശേഷിപ്പിച്ച വില്യം വാൻ സ്പ്രോൺസൺ വാഷിംഗ്ടണിലെ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ തടങ്കൽ കേന്ദ്രത്തിൽ പ്രൊപ്പൈൻ ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ബോംബ് വയ്ക്കാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു.